നമസ്കാരം. എല്ലാവർക്കും അപ്രോട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSC മാത്സ് പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നത് പരീക്ഷ? എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം? എന്താണ് പൊതു അഭിപ്രായം? ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ചാനൽ ഷെയർ ചെയ്യണം. കാരണം വളരെ യൂസ്ഫുൾ ആയ വീഡിയോകൾ ഈ ചാനലിലൂടെ ഈ SSC പരീക്ഷക്കാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഇന്ന് മാത്സ് പരീക്ഷയായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഈസി ആയിട്ടൊരു മാത്സ് പരീക്ഷ ഒന്നും ഒരു കാലത്ത് നടന്നിട്ടില്ല. കാരണം ആ സബ്ജക്റ്റ് അങ്ങനെയാണ്. അപ്പോൾ പൊതുവെ എന്താണ് കൂടുതൽ കുട്ടികൾ പറഞ്ഞതെന്നാണ് നോക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അഭിപ്രായം പറഞ്ഞത് രീതിയിലാണ്. കാരണം ആ ചോദ്യ പേപ്പർ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് ആയിരുന്നില്ല. കുട്ടികൾക്ക് അത്യാവശ്യം പഠിച്ചു പോയി കഴിഞ്ഞാൽ എഴുതാവുന്ന രീതിയിലായിരുന്നു. ഈ സബ്ജക്റ്റിന്, അതായത് മാത്സ് പോലത്തെ ഒരു സബ്ജക്റ്റിന് ഓൾറെഡി നമുക്കറിയാം കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ്. അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ടഫായി കഴിഞ്ഞാൽ മൊത്തം കയ്യിൽ നിന്ന് പോകും. അത് സംഭവിച്ചില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കുഴപ്പമില്ലായിരുന്നു, അല്ലെങ്കിൽ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. മോഡൽ പരീക്ഷയിൽ വന്ന നിരവധി ചോദ്യങ്ങൾ ആ പാറ്റേണിൽ വന്നിട്ടുണ്ട്. അതേ ചോദ്യങ്ങൾ ഒന്നുമല്ല, ആ പാറ്റേൺ ആവർത്തിച്ച് മെയിൻ എക്സാമിനും വന്നിരിക്കുന്നു. ടഫായിട്ടുള്ള ചോദ്യങ്ങൾ പോലും മോഡൽ പരീക്ഷയിൽ വന്ന അതേ പാറ്റേണിൽ വന്നതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ആണ് കുട്ടികളുടെ ഭാഗത്തുള്ള അഭിപ്രായം. പിന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ വലച്ചിട്ടുണ്ട് എങ്കിൽ പോലും പൊതുവേ പേടിയോടെ കണ്ട ഒരു സബ്ജക്റ്റ് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി എഴുതി തീർത്ത് പുറത്തിറങ്ങാൻ കഴിഞ്ഞ ആശ്വാസത്തിലാണ് കുട്ടികളെല്ലാവരും ഉള്ളത്. അതുതന്നെയാണ് പൊതുവെ ലഭിക്കുന്ന ഒരു വികാരവും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. ആ സബ്ജക്റ്റ് അങ്ങനെയാണ്. സോ പറയുക നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത്.